സ്നേഹം നിറഞ്ഞവരെ, ഹൃദയത്തിൽ നിന്നുള്ള വലിയ സന്തോഷത്തോടെയും ആനന്ദത്തോടെയും ഈശോയെ നമുക്ക് പാടി സ്തുതിച്ച് ആരാധിക്കാം. നമ്മുടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് പാടുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ സന്തോഷം ഉള്ളിൽ അനുഭവിക്കാൻ നമ്മെ സഹായിക്കുന്ന ഈ സ്വർഗീയ സംഗീതം എന്ന വലിയ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. ഇതാ നാം കാണുന്ന യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. ഈശോ പറയുകയാണ്, ഈശോ തന്നെ പറയുന്ന വാക്യ, ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയ. ഈശോ ഇത് പറയുന്നത് ഒരു സമറിയാക്കാരി സ്ത്രീയോടാണ്. ഈശോ അവളോട് പറയുക, വെള്ളം കോരാമെന്ന് അവളോട് പറയുക, ഞാൻ കുടിക്കുന്ന ജലം അത് കുടിച്ചാൽ പിന്നെ ദാഹിക്കേയില്ല. നമുക്കറിയാം, ഈശോയും ഈശോയുടെ അപ്പസ്തോലന്മാരും പിന്നീട് വന്ന വലിയ വലിയ വിശുദ്ധരും ഒക്കെ ഭക്ഷണം കഴിക്കുന്നവരും വെള്ളം കുടിക്കുന്നവരും ഒക്കെ ആയിരുന്നു. അപൂർവം ചില വിശുദ്ധർക്ക് ഒരു അത്ഭുതം എന്ന രീതിയിൽ വർഷങ്ങൾ ഭക്ഷിക്കാണ്ടും പാനം ചെയ്യാണ്ടും ജീവിക്കാനുള്ള ചില പ്രത്യേക കൃപ കർത്താവ് നൽകിയിട്ടുണ്ട്. വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് ജീവിച്ച, അനേക വർഷങ്ങൾ ജീവിച്ച ചില വിശുദ്ധരെ കുറിച്ചൊക്കെ നമുക്കറിയാം. പക്ഷെ അതൊരു എക്സെപ്ഷനാണ്. അല്ലെങ്കിൽ ഈശോ തന്നെയും ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായിട്ടാണ് ഈ ഭൂമിയിൽ ജീവിച്ച് നമുക്ക് മാതൃക കാണിച്ചു തന്നത്. അപ്പൊ പിന്നെ എന്താ ഈ വചനം അർത്ഥാക്കുക? ഈശോ പറയാണ്, ഞാൻ തരുന്ന ജലം അത് കുടിക്കുന്ന പിന്നെ ദാഹിക്കില്ല. ഈ വചനത്തിന്റെ അർത്ഥം ആ സാഹചര്യത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ആരോടാ ഈശോ ഇത് പറയുന്നത്? സമറിയാക്കാരി സ്ത്രീയോട്. എന്താ അവളുടെ പ്രശ്നം? അവള് അപ്പോൾ ആ കിണറ്റിൻകരയില് ദാഹജലത്തിന് വേണ്ടി, കിണറ്റിലെ വെള്ളത്തിന് വേണ്ടിയാ വന്നത് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിനേക്കാൾ വലിയൊരു ദാഹത്തോടെ നടന്ന ഒരു വ്യക്തിയായിരുന്നു അവള്. എന്തായിരുന്നു അവളുടെ ദാഹം? അവളുടെ ദാഹം വേറൊന്നുമല്ല, സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം. അവൾ ആഗ്രഹിക്കുന്ന സ്നേഹം നൽകി അവളെ വാരി പുണരാൻ ആർക്കും സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ആരിൽ നിന്നും അവൾ ആഗ്രഹിച്ച സ്നേഹം അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ് അവളുടെ പ്രശ്നം. അങ്ങനെ സ്നേഹത്തിന് വേണ്ടിയുള്ളൊരു ദാഹം ഒരു പക്ഷേ അവളുടെ ചെറുപ്പത്തിലോ കഴിഞ്ഞ കാലത്തുണ്ടായ ഏതെങ്കിലുമൊക്കെ ആന്തരിക വൈകല്യത്തുണ്ടായതായിരിക്കാം. ഒരു സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം അത് അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അവളൊരു കല്യാണം കഴിച്ചു. പക്ഷേ അവൾ പ്രതീക്ഷിച്ച സ്നേഹം കണ്ടെത്താൻ കഴിയാണ്ട് വന്നപ്പോൾ അവള് അടുത്ത ആളെ തേടി പോവുക. രണ്ടാമത് കല്യാണം കഴിച്ചു. അങ്ങനെ 1, 2, 3, 4, 5 കഴിഞ്ഞു. ഇപ്പൊ 6ാമത്തെ ആളുടെ കൂടെ കല്യാണം കഴിക്കാണ്ട് കൂടെ ജീവിക്കുക. പ്രിയപ്പെട്ടവർ, ഒരു പക്ഷേ ഈ ബൈബിളിലെ കഥാപാത്രം, ഈ വ്യക്തി നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഒരു വൃത്തികെട്ട സ്ത്രീ, അല്ലെങ്കിൽ ഒരു പാപിനിയായ സ്ത്രീ എന്ന രീതിയിലേക്കായിരിക്കും നമ്മുടെ മനസ്സ് പറയുക. പക്ഷെ കർത്താവ് അങ്ങനെയല്ല കാണുക. കർത്താവ് കാണുന്നതാണ് ഉള്ളിൻ്റെ ഉള്ളിലെ സ്നേഹത്തിന്റെ ദാഹത്തെ പൂർത്തീകരിക്കാൻ പറ്റാത്ത നിസ്സഹായിയായ ഒരു സ്ത്രീ. അപ്പൊ അങ്ങനെയെങ്കിൽ ആ സ്ത്രീയോടാണ് ഈശോ പറയുക, നീ ഞാൻ തരുന്ന ജലം കുടിക്കുക. അതെന്താ? പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെടുന്ന ദൈവസ്നേഹമാണ്. റോമക്കെഴുതപ്പെട്ട ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം വചനം പറയാണ്, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുന്നു. സന്തോഷത്തോടെ സ്തുതിച്ചുകൊണ്ട് ചേർന്ന് പറഞ്ഞേ, ഹല്ലേലൂയാം, ഹല്ലേലൂയാം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോ ഈ ദാഹം മാറും എന്ന് പറയുന്നത് എന്താ? ഈശോയിലൂടെ നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെടുന്ന ദൈവസ്നേഹത്തെ കുറിച്ച് ഈശോ പറയുക. ആ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ, ദൈവസ്നേഹത്താൽ നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ, പിന്നെ ഈ ലോകത്തിൻ്റെ വ്യക്തിബന്ധങ്ങളുടെ ശാരീരിക സുഖത്തിൻ്റെ ഒക്കെ ദാഹം മാറും. ഇനി ആ വ്യക്തിയുടെ ദാഹം മാറിയെന്നും ഈ ദാഹം മൂലം അവളുടെ ജീവിതത്തിലുണ്ടായ വൈകല്യങ്ങളെ അവൾ മറികടന്നു എന്നും തുറന്നുള്ള സംഭവം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നട്ടുച്ചയ്ക്ക് ഒരു വെള്ളം കോരാൻ വരാൻ കാരണം എന്താ? വേറൊരാളുടെയും മുന്നിൽ പെടാൻ ഇവൾക്ക് താല്പര്യമില്ല. എന്നാ അതേ സ്ത്രീ തന്നെ പിന്നീട് നമ്മൾ കാണുന്നത് പട്ടണത്തിൽ പോയി ആയിരങ്ങളെ, ആ ഗ്രാമവാസികളെ മുഴുവൻ, ആ നാടിനെ മുഴുവൻ ഈശോയിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. എന്ന് പറഞ്ഞാൽ അവളുടെ പുറത്തിറങ്ങാനുള്ള മടി, നാണം, ലജ്ജ ഇതൊക്കെ മാറി. അതിനൊക്കെ അവള് തരണം ചെയ്തു. എങ്ങനെ? ഈ കർത്താവിൻ്റെ അടുത്ത് അല്പസമയം ഇരുന്നപ്പോൾ, ആ കർത്താവിൻ്റെ വാക്ക് കേട്ടപ്പോൾ, ആ കർത്താവിൻ്റെ സാമീപ്യത്തിൻ്റെ സ്നേഹം അവൾ
ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിച്ചപ്പോൾ ഒന്ന് സന്തോഷത്തോടെ സ്തുതിച്ച് ചെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മുടെ തൊലിപ്പുറത്ത് മാത്രം സ്പർശിക്കുന്നവനല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിനെ സ്പർശിക്കുന്നവൻ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വൈകല്യങ്ങളെയും മുറിവുകളെയും സൗഖ്യമാക്കി ദൈവ സ്നേഹത്താൽ നമ്മുടെ ഉള്ളിനെ നിറയ്ക്കുന്നവനാണ് നമ്മുടെ കർത്താവായ ഈശോ. ആ ഈശോ എന്നുള്ള സ്നേഹം നമ്മുടെ ഉള്ളിലെ നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞേ, ഞാൻ തരുന്ന സന്തോഷം അത് ലോകത്തിന് തരാൻ പറ്റില്ല, ഞാൻ തരുന്ന സമാധാനം അത് ലോകത്തിന് തരാൻ പറ്റില്ല, ഞാൻ തരുന്ന സംതൃപ്തി അത് ലോകത്തിന് തരാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ഈ സന്തോഷവും സമാധാനവും സംതൃപ്തി അത് ഈ ലോകത്തിന് എടുത്തു കളയാനും പറ്റൂല. അതുകൊണ്ടാണ് രക്തസാക്ഷികളായ വിശുദ്ധരുടെ മുമ്പിൽ ഓപ്ഷൻ വെച്ചപ്പോൾ എന്തായിരുന്നു അവരുടെ ഓപ്ഷൻ? എന്തായിരുന്നു ഓഫർ ഇതാണ്: ഈശോയെ തള്ളി പറഞ്ഞ ജീവൻ രക്ഷിക്കാം, തല വിട്ടൂല, അല്ലെങ്കിൽ വന്യമൃഗങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുക്കൂല. ഈ ഓപ്ഷൻ, ഈ ഓഫർ അവരുടെ മുമ്പിൽ വെച്ചപ്പോ അവര് പറഞ്ഞു, ഈ ഈശോയെ, ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹമായിട്ട് നിറയുന്ന, സന്തോഷത്താൽ ഞങ്ങൾ നിറയ്ക്കുന്ന ഈ ഈശോയെ തള്ളി പറഞ്ഞിട്ട് ഒരു ജീവിതം ഞങ്ങൾക്ക് വേണ്ട. കാരണം നമ്മുടെയൊക്കെ ഉള്ളിനെ നിറയ്ക്കാൻ പറ്റുന്ന വലിയ സന്തോഷമായി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന നമ്മുടെ കർത്താവായ ഈശോ. അങ്ങനെയെങ്കിൽ ഗാനത്തിൻ്റെ വരികോട് ചേർന്ന് നാം പാടി പ്രാർത്ഥിക്കുക: ആഴത്തിൽ എന്നോടൊന്നിടപെടണേ എൻ്റെ ഈശോയെ, എൻ്റെ അന്തരാത്മ, എൻ്റെ ഉള്ളിൽ ഈശോയെ നീ ഒന്ന് സ്പർശിക്കണം, നീ ഒന്ന് ഇടപെടണം. എൻ്റെ ഉള്ളിൽ വലിയ സ്നേഹമായിട്ട് സന്തോഷമായിട്ട് നീ വന്നു നിറയണം. ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചേ, ആവർത്തിച്ചു പാടി: ഈശോയെ ഉള്ളിന്റെ ഉള്ളിലേക്ക് വരണേ, എന്റെ ഈശോയെ ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ആവർത്തിച്ചു പാടി: ഈശോയെ ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ഈശോയെ ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിൽ എന്നിൽ ഇടപെടണേ, ആഴത്തിൽ എന്നോട് ഈശോയെ ആവർത്തിച്ചു പാടി: ആഴത്തിൽ, ഈശോയെ ഈശോയെ. പ്രിയപ്പെട്ടവർ, ഇതാ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ ഈശോ നടന്നു പോകുമ്പോ ബേത്സദയിലെ കുളക്കരയില് ഒരു രോഗിയെ കാണുവാണ്. അയാൾ ഒരു തളർവാദ രോഗിയാണ്. ഏറെ വർഷമായിട്ട്, 38 വർഷമായിട്ട് രോഗിയായിട്ട് ആ മനുഷ്യൻ കിടക്കുക. നോക്കിക്കേ, 38 വർഷമായിട്ട് എണീക്കാൻ കഴിയാത്തൊരു വ്യക്തി, നടക്കാൻ കഴിയാത്തൊരു വ്യക്തി. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല സങ്കടങ്ങളും വേദനയും ആ വ്യക്തിയുടെ വേദനയായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഒന്നുമല്ലല്ലോ. അപ്പൊ എത്രത്തോളം വേദന, നിരാശ, സങ്കടം ഈ മനുഷ്യൻ അനുഭവിക്കുന്നുണ്ടാണ്. അപ്പൊ ആ മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിലെ ഈ വേദന ഈശോ കണ്ടു. ഓർക്കണേ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ വേദനയും സങ്കടവും തിരിച്ചറിയുന്ന നമ്മുടെ കർത്താവ്, അതിനെ അവഗണിച്ച് കടന്നു പോകുന്നവനും അല്ല നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ഈശോ ആ വ്യക്തിയുടെ അടുത്ത് ചെല്ലുക.
ഗാനത്തിന്റെ ഇതാ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുവാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 5 മുതൽ വാക്യങ്ങൾ. 38 വർഷമായ രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഈശോയുടെ ചോദ്യം ഇതാണ്, സുഖം പ്രാപിക്കാൻ, എഴുന്നേറ്റ് നടക്കാൻ, ആരോഗ്യം കിട്ടാൻ നിനക്ക് ആഗ്രഹമുണ്ട്? അവൻ ചാടി പറയണം, എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് എഴുന്നേക്കണം, എനിക്ക് നടക്കണം. പക്ഷേ അതല്ല അവൻ പറഞ്ഞത്. എന്താ അവൻ പറഞ്ഞേ? ഇതാ ഈശോയുടെ ചോദ്യത്തിന് ഉത്തരവായിട്ട് അവൻ പറയാണ്. അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. നോക്കിക്കേ, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ഈശോ ചോദിക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അവന്റെ തളർവാദ രോഗം, അവന്റെ ശരീരത്തിന്റെ രോഗം, അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പോവുക. പക്ഷേ അവൻ പറഞ്ഞെന്താ? അവൻ അവന്റെ ശരീരത്തിന്റെ രോഗത്തിനേക്കാൾ ഉപരിയായിട്ട് മനസ്സിന്റെ വേദനയെ കുറിച്ചാണ്. എന്താ അവൻ പറഞ്ഞേ? അവൻ പറഞ്ഞതാണ്, എൻ്റെ കർത്താവേ, എന്നെ നോക്കാൻ ആരുമില്ല. എൻ്റെ കർത്താവേ, വെള്ളം ഇളകുമ്പോ ഈ കുളത്തിലേക്ക് എന്നെ ഇറക്കാൻ ആരുമില്ല. ഞാൻ എഴഞ്ഞെഴിഞ്ഞ് വരുമ്പോഴേക്കും വേറെ ആരെങ്കിലും എത്തി സൗഖ്യം പ്രാപിച്ചു പോകും. നമ്മൾ കാണുന്ന ശരീരത്തെയാണെങ്കിൽ അന്തരാത്മാവിനെ കാണുന്ന ഒരു ദൈവത്തെയാണ് ദൈവത്തിന്റെ വചനം നമുക്ക് കാണിച്ചു. അപ്പൊ അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സ് കാണുന്ന ദൈവം, മനസ്സിന്റെ വേദന കാണുന്ന ദൈവം, ആ വേദനയിൽ സൗഖ്യവും രക്ഷയുമായിട്ട് കടന്നു വരുന്ന ആ ദൈവം, ആ ദൈവത്തോട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നെ ഞാൻ തേടുക. ഞാൻ ഈ ലോകത്തില് പലയിടങ്ങളിലും സന്തോഷവും ആനന്ദവും തേടി, പക്ഷെ തേടിയതൊന്നും കിട്ടിയിട്ടില്ല. ഈ ലോകത്തിന്റെ സുഖമൊക്കെ നൈമിഷികമാണല്ലോ. അല്പനേരം സന്തോഷം തരാൻ ലോകത്തിന്റെ പല കാര്യത്തിനും കഴിയും. പക്ഷേ ആത്യന്തികമായിട്ട് സന്തോഷവും സമാധാനവും ആശ്വാസം നൽകുന്ന ഈശോയെ, നിന്നെ ഞാൻ തേടുന്നു. ഗാനത്തിന്റെ വരികോട് ചേർന്ന് പാടി നമുക്ക് പാടിക്കേ. ആവർത്തിച്ച് പാടി ഈശോയെ, ഈശോയെ, ജീവനീർ എനിക്ക് തരണേ. ചെന്ന് പാടിക്കേ. ആവർത്തിച്ചു പാടി ഈശോയെ, ഈശോയെ, എല്ലാവരും ഒന്ന് ചേർന്ന് പാടി. ഈശോയെ, 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 ആവർത്തിച്ച് ഈശോയെ, കർത്താവിനെ സ്തുതിച്ച് സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് ഈശോയെ വിളിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ, നമ്മുടെ മനസ്സിനെ തൊടാൻ, മനസ്സിന് ദുഃഖങ്ങളെയും വിഷമങ്ങളെയും വേദനയെ സ്പർശിക്കാൻ, സൗഖ്യം നൽകാൻ കഴിവുള്ള ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ.
ഈശോയോട് പറഞ്ഞ് ഈശോയെ എൻ്റെ ഉള്ളിലേക്ക് വരണം. ഈശോയോട് പറയും ഈശോയെ എൻ്റെ വേദനകളിലേക്ക് വരണം. ഈശോയെ എൻ്റെ ദുഃഖങ്ങളിലേക്ക് നിരാശകളിലേക്ക് വരണം. ഈശോയെ എൻ്റെ മനസ്സിൻ്റെ പീഡകളിലേക്ക് നീ വരണം. ഈശോയെ നീ കൂടെ വന്ന് എന്നെ ആശ്വസിപ്പിക്കണം. ഈശോയെ പലപ്പോഴും എനിക്ക് ആശ്വാസം കിട്ടുന്നില്ല. പലപ്പോഴും എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നില്ല. ഈശോയെ പലപ്പോഴും നിരാശ എന്നെ ഭരണം നടത്തുക. ഈശോയെ പലപ്പോഴും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പൊട്ടിത്തെറിച്ചു പോവുക. ഈശോയെ ആ മേഖലകളൊക്കെ നീ എന്നെ ഒന്ന് സ്പർശിക്കണം. ഈശോ എൻ്റെ മനസ്സിൻ്റെ വേദനകളെ നീ ഒന്ന് സ്പർശിക്കണം. ഈശോ എൻ്റെ മനസ്സിൻ്റെ വൈകല്യങ്ങളെ നീ ഒന്ന് സ്പർശിക്കണം. ഈശോയെ നീ ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടും. ഈശോയെ നിന്റെ ഒന്ന് കരസ്പർശനം ഉണ്ടെങ്കിൽ എൻ്റെ എല്ലാ വൈകല്യങ്ങളെയും നീ രക്ഷ പ്രാപിക്കും. ഈശോയെ സ്പർശിക്കണേ, ഈശോയെ സ്പർശിക്കണേ, ഈശോയെ രക്ഷിക്കണേ, ഈശോയെ അനുഗ്രഹിക്കണേ, ഈശോയെ സൗഖ്യം നൽകണേ. യേശുവേ 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 യേശുവേ. ഗാനത്തിൻ്റെ വരികോട് ചേർന്ന് നാം പാടി പ്രാർത്ഥിക്കുവാണ്. ഈശോയെ ഞാനൊരു പാഴായി പോകാൻ ഒരിക്കലും ഇടയാകരുത്. ഈശോയെ നീ ഒന്ന് സ്പർശിച്ച, നീ ഒന്ന് ഇടപെട്ട, നീ എന്നിലേക്ക് കടന്നു വന്ന ഏത് സീറോ ആയിരിക്കുന്ന വ്യക്തിയും ഹീറോ ആയിട്ട് മാറുക. ഈശോയെ എൻ്റെ ജീവിതത്തിലേക്ക് നീ വരണം, ശക്തിയായി കടന്നു വരണം, ജ്ഞാനമായിട്ട് കടന്നു വരണം. ഗാനത്തിൻ്റെ വരികോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. നിന്റെ കയ്യിലേക്ക് എന്നെ തരുന്നു. ഒരു പാനപാത്രമായി ചെന്ന് പാടിക്കേ. ആവർത്തിച്ചു പാടി. എന്നെ തന്നെ നിന്റെ കയ്യിലേക്ക് ഞാൻ സമർപ്പിക്കുക. എന്നെ നീ ഒന്ന് മെനഞ്ഞെടുക്കണേ. ഒന്ന് ചേർന്ന് പാടി. ഈശോയെ എന്നിൽ ഇടപെടണേ. ഈശോയെ ജീവിതത്തിൽ ഇടപെടണേ. ഈശോയെ സ്നേഹമുള്ള എൻ്റെ കർത്താവേ, ഈശോയെ ഈശോയെ ആഗ്രഹത്തോടെ ആവർത്തിച്ചു പാടി. ഈശോയെ ആവർത്തിച്ചു പാടി. ആ തളർവാദ്യ തൊട്ടതുപോലെ എന്നെയും തൊടണേ. എന്റെ അന്തരാത്മാവിലൊന്ന് സ്പർശിക്കണേ. എന്റെ മുറിവിൽ കർത്താവ് നീ ഒന്ന് സ്പർശിക്കണേ. എന്റെ മാനസിക വൈകല്യങ്ങൾ ഈശോയെ നീ ഒന്ന് സ്പർശിക്കണേ. ഈശോയെ 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 എന്റെ കർത്താവായ ദൈവമേ, സ്നേഹിക്കുന്ന എന്റെ ദൈവമേ, സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഈശോയെ വിളിച്ചേ. ഈശോയെ 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 എന്ന് വിളിച്ചേ. ആവർത്തിച്ച് ഈശോയെ ഈശോയെ എന്ന് വിളിച്ചേ. യേശുവേ യേശുവേ എന്ന് വിളിച്ചേ. കണ്ണടച്ചോ. കണ്ണടച്ച് ഈശോയുടെ മുഖമൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ.
ഈ കൂട്ടായ്മയോട് ചേർന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണെങ്കിലും ഒന്ന് കണ്ണൊക്കെ നടച്ച് ഈശോയുടെ മുഖമൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. എന്നിട്ട് ആവർത്തിച്ച് ഈശോ ഈശോ എന്ന് വിളിച്ചേ. ഈശോയെ വിളിച്ചേ, ഈശോയെ വിളിച്ചേ. ഇതാ നിന്റെ വിളി കേൾക്കുന്ന ഒരു ദൈവം, വിളി കേട്ട് നിനക്ക് സൗഖ്യം നൽകുന്ന ഒരു ദൈവം, നിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു ദൈവം. ആ ദൈവത്തിന്റെ മുമ്പിലാ നീ ആയിരിക്കുക. ആ ദൈവത്തിനാണല്ലോ നീ വിശ്വസിക്കുന്നത്. നീ എവിടെയും ആയിക്കൊള്ളട്ടെ, ഏത് അവസ്ഥയിലും ആയിക്കൊള്ളട്ടെ, നീ കർത്താവിനെ വിളിക്ക്. നിന്നെ രക്ഷിക്കാൻ തക്കവിധം കർത്താവിന്റെ കര ശക്തവാ. നിന്റെ നിലവിളി കേൾക്കാൻ തക്കവൻ അവിടുത്തെ കാതുകൾക്ക് ശക്തിയുണ്ട്. നീ പ്രാർത്ഥിക്ക്. നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരാൻ, നിന്റെ ഹൃദയത്തിന്റെ വേദനയിലേക്ക് വിഷമങ്ങളിലേക്ക് ഇറങ്ങി വരാൻ ശക്തനായൊരു ദൈവമാ നിന്റെ ദൈവം. വിളിച്ചേ യേശുവേ എന്ന് വിളിച്ചേ, ഈശോയെ എന്ന് വിളിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ, ഈശോയെ 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 ഈശോയെ. ഇരു കരങ്ങൾ ഒന്നോടെ നെഞ്ചോട് ചേർത്ത് വെച്ച് ആവർത്തിച്ചൊന്ന് പാടി പ്രാർത്ഥിച്ചേ. ഈശോയെ ആഴത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇടപെടണം. ഈശോയെ എൻ്റെ മനസ്സിൽ ഇടപെടണം. ഈശോയെ എൻ്റെ കുടുംബത്തിൽ ഇടപെടണം. ഈശോയെ എൻ്റെ ദാമ്പത്യത്തിൽ ഇടപെടണം. ഈശോയെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എവിടെയൊക്കെ മുറിവുകളും വേദനകളും തകർച്ചകളും ബന്ധ തകർച്ചകളുണ്ടോ, കലഹങ്ങളുണ്ടോ, വെറുപ്പുദ്ദേശമുണ്ടോ, ഒരു പക്ഷേ ഇത്തരമുള്ള രീതികളിലേക്ക് ഞങ്ങളെ നയിക്കുന്ന മാനസിക വൈകല്യങ്ങളും ബോധ്യങ്ങളും ഉണ്ടോ, ഒരു പക്ഷെ കഴിഞ്ഞ കാലത്തിന്റെ ചീത്ത ഓർമ്മകള്, വേദനിപ്പിക്കുന്ന മുറിവേറ്റ ഓർമ്മകള്, വീണ്ടും വീണ്ടും ഓർത്തോർത്ത് ദുഃഖിക്കുന്ന സംഭവങ്ങള്, ഈശോയെ അങ്ങനെയൊക്കെയുള്ള ഞങ്ങളുടെ എല്ലാ മാനസിക വൈകല്യങ്ങളിലേക്കും അശുദ്ധിയിലേക്കും ഈശോയെ നീ ഒന്ന് ഇടപെടണേ, നീ ഒന്ന് ഇറങ്ങി വരണേ, ഞങ്ങൾക്ക് സൗഖ്യം നൽകണേ. ഇരുകരങ്ങളൊന്ന് യാചനാപൂർവ്വം പിടിച്ചോ, കണ്ണുകളൊന്ന് അടച്ചോ. എൻ്റെ ഉള്ളിൽ ഈശോ ഇടപെടണം, എൻ്റെ ഉള്ളിൽ ഈശോ എനിക്ക് സ്പർശനമായിട്ട് കടന്നു വരണം. ആഗ്രഹത്തോടെ ചേർന്ന് പാടിക്കേ. ആഴത്തിൽ ഈശോയെ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ആരിലും ശ്രേഷ്ഠമായി ഈശോയെ പാടിക്കേ. ഈശോയെ ഇരു കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് എന്നിട്ട് ഹൃദയത്തിൽ എപ്രകാരം ഒന്ന് പ്രാർത്ഥിച്ചേ. ഏറ്റവും പ്രാർത്ഥിച്ചേ. ഈശോയെ 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 എൻ്റെ മുറിവുകളിലേക്ക്, എൻ്റെ ദുഃഖങ്ങളിലേക്ക്, എൻ്റെ നിരാശകളിലേക്ക്, എൻ്റെ ബന്ധ തകർച്ചകളിലേക്ക് അങ്ങ് ഇറങ്ങി വരണേ, സൗഖ്യം നൽകണേ. ഈശോയെ അങ്ങേക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ, എനിക്ക് സൗഖ്യം നൽകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 17:14 വചനം പറയുക, കർത്താവേ എന്നെ സുഖപ്പെടുത്തണേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. നോക്കി ഈ വചനം ഏറ്റവും പ്രാർത്ഥിക്കാം. ഏറ്റവും കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. ഒന്നോടെ ആവർത്തിച്ച് ചെന്ന് പാടിക്കേ. ആഴത്തിൽ ഈശോയെ ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി,
സർവശക്തനായ കർത്താവ് നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വന്ന് നമ്മെ സ്നേഹിക്കുന്ന, സൗഖ്യം നൽകുന്ന കർത്താവിന് നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം, സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാം.